നമസ്തേ. ഞാൻ മായ ജയമോഹൻ. 2026 ജൂലൈ മാസം 5-ാം തീയതി മുതൽ ജൂലൈ മാസം 11-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും തുടരുകയാണ്. ചൊവ്വ ഇടവം രാശിയിലിരിക്കുന്നു. സൂര്യൻ മിഥുനം രാശിയിലും ശുക്രൻ ചിങ്ങം രാശിയിലും ഇരിക്കുകയാണ്. ജൂലൈ മാസം 7-ാം തീയതി ബുധൻ വക്രഗതിയിൽ സഞ്ചരിച്ച് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ആഴ്ചയിലെ ഫലങ്ങളിൽ. അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ഗുണപ്രദമായിട്ടുള്ള ആഴ്ചയായിരിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ 2-ാം ഭാവത്തിലിരിക്കുന്ന ചൊവ്വ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കളെ ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് ചിലവുകൾ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നാലും ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അവിചാരിതമായിട്ടുള്ള പല ചിലവുകളും കയറി വന്ന് ധനപരമായിട്ട് ചിലവുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയം. എന്നാൽ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ധാരാളമായ ധനപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴം പൊതുവെ അനുകൂലമായതുകൊണ്ട് തന്നെ മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയവും കൂടി ആയിരിക്കും ഇത്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം പരമാവധി ലഭിക്കുന്ന ഒരാഴ്ചയാണ് ഈ 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള സമയം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇടവം രാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സ്ട്രെസ് കുറച്ച് കൂടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ശനിയുടെ 3-ാം ദൃഷ്ടി ചൊവ്വയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അഗ്നിമാരുത യോഗത്തിൻ്റെ ഫലം ഒരു 50% ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളൊരു മിണ്ടാതെ എവിടെയെങ്കിലും ഇരുന്നാലും ആരെങ്കിലും വന്ന് പ്രൊവോക്ക് ചെയ്ത് നമുക്ക് ദേഷ്യം വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് എന്ന് അർത്ഥം. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കണം. ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഏതെങ്കിലും യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുക, വിനോദയാത്രകൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ എന്തെങ്കിലും നമുക്ക് കുഞ്ഞു വിഷമതകൾ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ വൈവ പോലുള്ള പരീക്ഷകളിൽ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പോകേണ്ടതാണ് ജൂലൈ 7-ന് ശേഷം ഉള്ള സമയം. ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം, വക്രത്തിൽ ബുധൻ വന്നിട്ട് 2-ാം ഭാവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ വാക്കുകളുമായി ബന്ധപ്പെട്ട് അവിടെ വിജയമുണ്ടാകാനുള്ള ചാൻസ് പ്രയാസമാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. തുളസിമാലയും കദളിപ്പഴവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്ടദേവതകൾക്കോ ഒക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പരീക്ഷയോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങനെ സമർപ്പിച്ച് പച്ചപ്പട്ടും സമർപ്പിച്ച് പോവുകയാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള വിജയം ഉണ്ടാകും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് മിഥുനം രാശിക്കാർക്ക് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് പൊതുവിലെ അനുകൂലമായിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും. അപ്പോൾ ഗുണപ്രദമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകും. ഒരു തീരുമാനങ്ങൾ ഒക്കെ എടുക്കുമ്പോൾ പക്ഷെ 2 വട്ടം ചിന്തിക്കേണ്ട ആവശ്യം 7-ാം തീയതിക്ക് ശേഷം 2 വട്ടം ചിന്തിച്ച് നന്നായിട്ട് നമുക്കതിൽ വിജയമുണ്ടാകും എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. കയറിയിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ അത് ചിലപ്പോൾ പരാജയമാകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ആഴ്ച. ഈ 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള സമയം. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക.
കർക്കിടകൻ രാശിക്കാര് അനാവശ്യമായിട്ട് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. മനപ്രയാസത്തിന് കാരണമാകാം. ശ്രദ്ധിക്കാതെ വല്ല വഴക്കിലൊക്കെ ചെന്ന് നമ്മൾ പെട്ടുപോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മനപ്രയാസത്തിന് കാരണമുണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ആവശ്യമുണ്ട്. കാരണം 2ാം ഭാവത്തിൽ ശുക്രൻ കേതുവുമൊത്ത് ചേർന്ന് ഇരിക്കുകയാണ്. നമ്മൾ 100 രൂപയുടെ ഒരു സാധനം വാങ്ങാം എന്നും പറഞ്ഞിട്ട് കടയിൽ കയറുകയാണെങ്കിൽ 150 രൂപ ചിലവാകും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ട്, അതായത് നമുക്ക് നമ്മുടെ നിലവാരത്തിന് ചേരാത്ത ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ധനം ചിലവായി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് കർക്കിടകം രാശിക്കാർക്ക് ഇത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വിഷയങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടന്നിരുന്നു എങ്കിൽ, അതായത് നമുക്ക് ആരെങ്കിലും ഒരു തുക തരാനുണ്ടായിരുന്നു, അവർ തരാതിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ തരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം, അത് കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിന് ഒരു ചിട്ടിക്ക് ചേർന്നു, ഇതുവരെ അത് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ നമുക്ക് മുടങ്ങിക്കിടന്നിരുന്ന ധനങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു ആഴ്ചയായിരിക്കും ഇത്. അതുപോലെ തന്നെ കർമ്മരംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, കർമ്മരംഗത്ത് ആരെങ്കിലും നമ്മളെ വന്നിട്ട് ഉപദ്രവിക്കാനൊക്കെ ഉള്ള സാധ്യത, പാരവയ്ക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലി മാറ്റം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലി മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും ഇത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഒരാഴ്ചയാണ് ഈ ആഴ്ചയിൽ, അതായത് 5 മുതൽ 11 വരെയുള്ള ദിവസം. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന 3/4 ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ച് കന്നി രാശിക്കാർക്ക് 7ാം ഭാവത്തിലെ കണ്ടകശനി നടക്കുന്ന സമയമാണ്. എങ്കിലും ഇവിടെ ഒരു ആശ്വാസമുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബകാര്യങ്ങളിൽ, അതായത് വീട്ടുകാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ഒരു സമയം. ജോലി നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ്, നല്ല ഡോക്ടറെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. നല്ല ഒരു അത് ഉണ്ടാകും. അതുപോലെ തന്നെ ചികിത്സ കണ്ടുപിടിക്കാൻ നല്ല ഡോക്ടറെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ രക്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ വരാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട്. ദീർഘകാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമ്മുടെ ഒരു ആഗ്രഹം നടക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ അത് നടന്നു കിട്ടുന്ന ഒരാഴ്ചയും കൂടിയായിരിക്കും ഈ ആഴ്ച. അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ദൂരയാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ഒരു പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് അവിടെ കരാറിൽ സൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട്. സംസാരത്തിൽ വളരെയധികം പ്രീതി, മറ്റുള്ളവർക്ക് നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രീതി ഉണ്ടായിട്ട് നമുക്ക് പ്രശംസയും അംഗീകാരവും ഒക്കെ കിട്ടുന്നതിന് സാധിക്കും. അല്ലെങ്കിൽ നമ്മളവിടെ ഒരു നോട്ടീസബിൾ വ്യക്തിയായിട്ട് മാറുന്നതിന് സാധിക്കുന്ന സമയമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച. തുലാം രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരാഴ്ചയാണ് വരുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഒരു ഐക്യവും സന്തോഷവും ഒക്കെ വരുന്ന ഒരു സമയം. പുതിയതായിട്ട് എന്തെങ്കിലും നിക്ഷേപങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു ആഴ്ചയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ വീട്, വാഹനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഗുണപ്രദമായ ആഴ്ചയാണ് ഈ വരുന്ന ആഴ്ച. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്.
ധനുരാശിക്കാർക്കും ഇതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതുപോലെ പുതിയ കാര്യങ്ങൾ, പുതിയ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കും. പുതിയ പഠിത്തം എന്തെങ്കിലും ഉണ്ടാകും. കർമ്മരംഗത്ത് കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. പിതൃസ്വത്ത് അനുഭവിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. പണം കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങുകയോ ചെയ്യരുത്. തിരിച്ചു കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസം ഉള്ള ഒരു സമയമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനുരാശിയുടെ 2ാം ഭാവാധിപതി ശനിയാണ്. ആ ശനിക്ക് ചൊവ്വയിലേക്ക് 3ാം ദൃഷ്ടി ഇരിക്കുകയാണ്. അപ്പം മിണ്ടാതിരിക്കുന്ന നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, നമ്മളിൽ നിന്നും കടം പറ്റിയിട്ട് അവർ തരാതെ ഒളിച്ചും പാത്തിരിക്കുന്നവരോട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. അഗ്നിമാരുത യോഗത്തിൻ്റെ ഫലം ചെറുതായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അവർ പ്രൊവോക്കേറ്റഡ് ആവുകയും നമ്മളോട് തല്ലുണ്ടാക്കാൻ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരാഴ്ചയാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഇത്. പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരാഴ്ചയായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദൂരയാത്രകൾ ചെയ്യുമ്പോഴും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധ ആവശ്യമുള്ള ഒരാഴ്ചയാണ്. വളരെയധികം ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ വീട്ടിലെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ബൾബ്, TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് കേടുപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലത്ത്, ഈ ആഴ്ചയിൽ ഉണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കുംഭൻ രാശിക്കാർക്ക് സ്ട്രെസ്സ് വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. ആഴ്ചയുടെ അവസാനത്തോടെ പക്ഷേ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. കഠിനാധ്വാനത്തിൻ്റെ ഫലം പരിപൂർണമായിട്ടും കിട്ടുന്ന കാലഘട്ടമാണ്. അംഗീകാരങ്ങൾ നമ്മളെ തേടി വരും. എന്തെങ്കിലുമൊക്കെ അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ആവശ്യമില്ലാതെ ചിന്തിച്ച് സ്ട്രെസ്സ് വർദ്ധിപ്പിക്കാതിരിക്കുക. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കേണ്ട ഒരാഴ്ചയാണ് ഈ വരുന്ന ആഴ്ച. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനം രാശിക്കാർക്ക് ഏഴരാണ്ട ശനിയുടെ 2ാം ഘട്ടത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ കുറച്ച് ദൈവാധീനമൊക്കെ കിട്ടിയ സമയമാണ്. എന്നാൽ ഇപ്പോൾ ചൊവ്വയ്ക്ക് രാശിമാറ്റം ഉണ്ടായപ്പോൾ മീനം രാശിയിൽ ആണ് ശനി സ്ഥിതി ചെയ്യുന്നത്. ശനിയുടെ 3ാം ദൃഷ്ടി ചൊവ്വയിലേക്കുണ്ട്. അഗ്നിമാരുത യോഗത്തിൻ്റെ ഫലമുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് നമ്മളെ പ്രൊവോക്ക് ചെയ്താൽ പോലും മിണ്ടാതെ ഇരിക്കുക. അതായത് നമ്മൾ അഗ്നി എന്നാൽ ചൊവ്വ അഗ്നിയാണ്, ശനി കാറ്റാണ്. അപ്പോൾ ആ കാറ്റ് വന്നിട്ട് ഈ ശനിയെ ഈ ചൊവ്വയെ, തീയെ ഇങ്ങനെ വീശുകയാണ്, ആ കാറ്റ് തട്ടുകയാണ്. അപ്പോൾ ഇത് ആളിക്കത്തും, ജ്വലിക്കും. അപ്പോൾ ദേഷ്യം വർദ്ധിക്കുമെന്നർത്ഥം. അപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്താൽ നമ്മൾ സ്ഥലകാല ബോധമില്ലാതെ മറുപടി പറയുകയും പ്രതികരിക്കുകയും ചെയ്യും. ഒബ്വിയസ്ലി നമുക്ക് ശത്രുക്കൾ കൂടാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ചൊവ്വയ്ക്ക് രാശിമാറ്റം ഉണ്ടാകുന്നത്. അതുവരെയുള്ള സമയവും, ഈ ഒരാഴ്ചയിൽ മാത്രമല്ല, അതുവരെയുള്ള സമയവും മീനൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വളരെയധികം സ്ട്രെസ്സൊക്കെ കൂടും. അതുപോലെ ഇടവൻ രാശിക്കാർക്കും സ്ട്രെസ്സ് കൂടുന്ന ഒരു സമയമാണ്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ആഴ്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ സഹായിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.